നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞായറാഴ്ച പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിച്ചിറക്കുന്ന അവസാന മത്സരമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും ആസ്റ്റൺ വില്ലയും തമ്മിൽ പ്രീമിയർ ലീഗിൽ അവസാന റൗണ്ടിൽ ഏറ്റുമുട്ടുമ്പോൾ പെപ്പിൻ്റെ സിറ്റി കോച്ച് എന്ന നിലയിൽ അവസാന മത്സരമായിരിക്കും അത്. 10 കൊല്ലം കടന്നു പോയത് എത്ര എളുപ്പമാണ്. എത്ര കിരീടങ്ങൾ അദ്ദേഹം അവിടെ വാരിക്കൂട്ടി. അദ്ദേഹം അവർക്ക് ചെയ്തു കൊടുത്ത വലിയ കാര്യങ്ങൾ എന്നും ഓർമ്മിക്കാൻ വേണ്ടി സിറ്റി ഇതാ ഒരു കിടലൻ ട്രിബ്യൂട്ട് ഒരുക്കുകയാണ്. അവർ പെപ് ഗാർഡിയോളയുടെ പേരിടുന്നു അവിടുത്തെ സ്റ്റാൻഡിന്, അതായത് പെപ് ഗാർഡിയോള സ്റ്റാൻഡ് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ. കൂടാതെ പെപ്പിൻ്റെ ഒരു സ്റ്റാച്യു കമ്മീഷൻ ചെയ്യും എന്നും ഒഫീഷ്യലി മാഞ്ചസ്റ്റർ സിറ്റി അറിയിക്കുന്നു. സിറ്റിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: Manchester City are delighted to announce that the newly developed and expanded North Stand at the Etihad Stadium will be named the Pep Guardiola Stand. അതായത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത എക്സ്പാൻഡ് ചെയ്ത നോർത്ത് സ്റ്റാൻഡ് ഇനി മുതൽ അറിയപ്പെടുക പെപ് ഗാർഡിയോള സ്റ്റാൻഡ് എന്ന പേരിലായിരിക്കും. കഴിഞ്ഞില്ല. As part of the renaming, a statue of Pep will also be commissioned and feature on the approach to ദി പെപ് ഗാർഡിയോള സ്റ്റാൻഡ്. സോ പെപ് ഗാർഡിയോള സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ പെപ്പിൻ്റെ ഒരു സ്റ്റാച്യു കൂടി അവർ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. വല്ലാത്ത ഒരു ട്രിബ്യൂട്ടാണ് അവർ ഒരുക്കുന്നത് എന്നർത്ഥം. എക്കാലത്തേക്കും ഓർമ്മിക്കാൻ വേണ്ടി പെപ്പ് അവിടെ ചെയ്ത മഹത്തായ സേവനങ്ങൾ ആദരിക്കപ്പെടുന്നു. പെപ് ഗാർഡിയോള ഇതിനെക്കുറിച്ച് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, അതായത് നോർത്ത് സ്റ്റാൻഡിന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് വാക്കുകളില്ല, സ്പീച്ച്ലെസ്, നോ വേർഡ്സ്. ഞാൻ എന്താ പറയുക? കൽദൂൻ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു, ക്ലബ്ബ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ വൈബ്, എൻ്റെ എനർജി അവിടെ എല്ലാ കാലത്തും ഉണ്ടാകും എന്നൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഇൻ ദി ബാഡ് മൊമെൻറ്റ്സ് വെൻ സം ലുക്സ് ദെയർ ആൻഡ് ദേ സീ പെപ് ദെയർ. തീർച്ചയായിട്ടും അതിലൂടെ ഞാൻ എൻ്റെ എനർജി അവർക്ക് സെൻഡ് ചെയ്യും, ടീമിനും ഈ ക്ലബിനുമൊക്കെ. ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓണർ ഐ കുഡ് ഗെറ്റ്. എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണിത് എന്നുകൂടി പെപ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.